സോഷ്യൽ മീഡിയയിൽ തൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും അഭിപ്രായങ്ങളും ഒരുപോലെ പങ്കുവയ്ക്കാറുള്ള നടിയാണ് സീമ ജി നായർ. ഇപ്പോഴിതാ സീമ ജി നായർ ഒരു അപ്രതീക്ഷിത വേർപാടിനെക്കുറിച്ചാണ് ഇന്ന് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ കുറിച്ചത്. പ്രതിസന്ധികളിൽ തണലായി ജീവിത വഴികളിൽ അച്ഛനെ പോലെ ചേർത്ത് പിടിച്ച സഹോദരി ഭർത്താവിൻ്റെ വേർപാടിലാണ് ഇപ്പോൾ താരം. തിങ്കളാഴ്ച രാവിലെ ഹൃദയസ്തംഭനത്തെ തുടർന്നായിരുന്നു സീമയുടെ സഹോദരിയുടെ രേണുകയുടെ ഭർത്താവ് ഗിരിജൻ്റെ അന്ത്യം. തനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം തൻ്റെ ചേച്ചിയെ വിവാഹം കഴിച്ചതെന്നും അന്നു മുതൽ ഒരു ജ്യേഷ്ഠനേക്കാൾ ഉപരിയായി അച്ഛൻ്റെ സ്ഥാനത്താണ് അദ്ദേഹം തന്നെ സംരക്ഷിച്ചതെന്നും സീമ കുറിച്ചു. എൻ്റെ അച്ഛന് തുല്യമായിരുന്നു എൻ്റെ ചേട്ടൻ. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ ചേച്ചിയെ വിവാഹം കഴിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു കാർഡിയാക് അറസ്റ്റിൻ്റെ രൂപത്തിൽ ചേട്ടനെ ഈശ്വരൻ കൊണ്ടുപോയി, സീമ ജി നായർ കുറിച്ചിരിക്കും. സീമയുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും തളരാതെ കൂടെ നിന്ന കരുത്തായിരുന്നു ഈ ജ്യേഷ്ഠ സഹോദരൻ. അഭിനയ രംഗത്തെ തിരക്കുകൾക്കിടയിലും സീമ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് അദ്ദേഹം നൽകിയിരുന്നത്. ആ ഒരു അത്താണിയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി മാഞ്ഞു പോയിരിക്കുന്നത്. പ്രിയപ്പെട്ടവൻ്റെ വേർപാടിൽ വിതുമ്പുന്ന സീമയ്ക്കും കുടുംബത്തിനും ആശ്വാസവാക്കുകളുമായി സിനിമാ സീരിയൽ ലോകത്തെ സുഹൃത്തുക്കളും ആരാധകരും എല്ലാവരും തന്നെ ഒപ്പമുണ്ട്. പിന്നണി ഗായികയാണ് രേണുക ഗിരിജൻ. ദീപക് ദേവിൻ്റെ ഭാര്യ സ്മിത ഗിരിജൻ ഇവരുടെ മകളാണ്. സീമയുടെയും രേണുകയുടെയും സീമ ജി നായർ തന്നെയാണ് ജ്യേഷ്ഠ സഹോദരൻ്റെ മരണവാർത്ത ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. എൻ്റെ അച്ഛന് തുല്യമായിരുന്നു എൻ്റെ ചേട്ടൻ. എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ചേട്ടൻ ചേച്ചിയെ വിവാഹം കഴിക്കുന്നത്. ഇന്ന് രാവിലെ കാർഡിയാക് അറസ്റ്റിൻ്റെ രൂപത്തിൽ ചേട്ടനെ ഈശ്വരൻ കൊണ്ടുപോയി. ഇങ്ങനെയായിരുന്നു സീമ ജി നായരുടെ കുറിപ്പ്. പിന്നണി ഗായികയാണ് സീമയുടെ സഹോദരി രേണുക ഗിരിജൻ. സീമയുടെയും രേണുകയുടെയും സഹോദരൻ AG അനിൽ സംഗീത സംവിധായകനാണ്. നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയിൽ ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ചത്.